രാഹുൽ ഗാന്ധി MP അല്ലാതാകുമെന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താ സർ? വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. BJPയുടെ MP നിഷികാന്ത് ദുബെ പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ രാജ്യത്തെ ശിഥിലമാക്കാനുള്ളതാണ് എന്ന് കാണിച്ച് സബ്സ്റ്റാൻറ്റീവ് മോഷൻ എന്ന് പറയുന്ന പ്രത്യേക പ്രിവിലേജ് മോഷനൊക്കെ ഉണ്ട്. കാരണം ഒരു അംഗത്തിൻ്റെ അവകാശം ലംഘിച്ചു എന്നൊക്കെ പറയുന്നതാണ്. പക്ഷേ ഇത് കൂടുതൽ കരുത്തുറ്റ നടപടിയാണ് സബ്സ്റ്റാൻറ്റീവ് മോഷൻ. അത് അവതരിപ്പിച്ചാൽ നേരിട്ട് ചർച്ചകളൊന്നും ചെയ്യാതെ, അതേക്കുറിച്ച് പ്രത്യേകിച്ച് ചർച്ചയൊന്നും വേണ്ട, അവിടെ പാർലമെൻറ്റിലുമൊക്കെ ഉള്ള രേഖകൾ തന്നെ പരിശോധിച്ച് വേണമെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നടപടിയെടുക്കാം. അപ്പോൾ രാഹുൽ ഗാന്ധി പാർലമെൻറ്റ് അംഗമായി തുടരുന്നത് പാർലമെൻറ്റിനും രാജ്യത്തിനും ഭീഷണിയാണ്. അതുകൊണ്ട് അയാളുടെ അംഗത്വം റദ്ദാക്കണം. എന്നിട്ട് ജീവിതകാലം മുഴുവൻ ഇയാളെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വിലക്കണമെന്നാണ് നിഷികാന്ത് ദുബെ തൻ്റെ സബ്സ്റ്റാൻറ്റീവ് മോഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇത് വളരെ വളരെ സങ്കീർണമായ ഒന്നല്ല, എന്നാൽ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു നീക്കമാണ്. കാരണം ഒരംഗത്തെ പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കുന്ന നടപടി പാർലമെൻറ്റ് തീരുമാനിക്കാവുന്നതാണ്. ഇത് പലതവണ ചെയ്തിട്ടുണ്ട്. 1951 ആദ്യമായിട്ടാണ് HG മുഗ്ദൽ എന്ന് പറയുന്ന ഒരാളെയാണ് ആദ്യമായിട്ട് പാർലമെൻറ്റ് അംഗത്തിൽ നിന്ന് നമ്മൾ പുറത്താക്കിയിട്ടുള്ളത്. അത് അദ്ദേഹം ഈ ബിസിനസ്സുകാരുടെ കാശ് മേടിച്ചിട്ട് അവർക്ക് വേണ്ടി പാർലമെൻറ്റിൽ സംസാരിക്കുകയാണ്. അത് തെളിയിക്കപ്പെട്ടു, മുഗ്ദലിനെ പുറത്താക്കി. പിന്നീട് പലതവണയായിട്ട് ഇത്തരം നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയെ 1970കളിൽ അടിയന്തരാവസ്ഥക്കാലത്ത് ഉദ്യോഗസ്ഥരെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നു എന്ന് കാണിച്ച് മൊറാർജി ദേശായി, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പ്രധാനമന്ത്രിയായ മൊറാർജി ദേശായിയുടെ കാലത്ത് പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കി, അംഗത്വം പുറത്താക്കിയത് മാത്രമല്ല സെഷൻ കഴിയുന്നവരെ ജയിലിൽ അടച്ചു. പിന്നീട് 1976 സുബ്രഹ്മണ്യൻ സ്വാമിയെ വിദേശ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൻ്റെ പേരിൽ സഭയുടെ അന്തസ്സിന് നിരക്കാത്താണെന്ന് പറഞ്ഞ് സുബ്രഹ്മണ്യൻ സ്വാമിക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. 2005 സ്റ്റിംഗ് ഓപ്പറേഷനിൽ അവിഹിതമായ ചില കാര്യങ്ങൾ കാണിച്ചു എന്ന് പറഞ്ഞ് 11 MP പുറത്താക്കിയിട്ടുണ്ട്. എന്തിന് 2023 പാർലമെൻറ്റിൻ്റെ വെബ്സൈറ്റിലെ അതിൽ പാസ്വേഡ് വേറെ ചില ആൾക്ക് നോക്കാൻ കൊടുത്തു എന്നതിൻ്റെ പേരിൽ മഹുവ മൊയ്ത്രയെ പുറത്താക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പാർലമെൻറ്റിലെ ഒരു അംഗത്തെ വേണമെങ്കിൽ പുറത്താക്കാം. ഇപ്പോൾ നിഷികാന്ത് ദുബെ പുറത്താക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ ഈ രാഹുൽ ഗാന്ധി നമ്മുടെ രാജ്യത്തിനെതിരായ കാര്യം പറയുന്നു. അപ്പം നരവനയുടെ പുസ്തകത്തെ സംബന്ധിച്ച് അത് സൈനിക രഹസ്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് പാർലമെൻറ്റിൽ കൊണ്ടുവന്നു. എന്നാൽ അങ്ങനെ ഒരു പുസ്തകം ഇറങ്ങിയിട്ടില്ലാത്ത പുസ്തകത്തെക്കുറിച്ച് രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ടൊരു കാര്യം പ്രസാധകരും പറയുന്നു, എഴുത്തുകാരനും പറയുന്നു, ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല. അപ്പോൾ അവാസ്തവമായ ഒരു കാര്യം പാർലമെൻറ്റിൽ പറയുന്നു. അപ്പോൾ കാലങ്ങളായി രാജ്യത്തെ ശിഥിലീകരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ ഈ പറയുന്ന പോലെ ഇന്ത്യക്ക് പുറത്ത് നടത്തിയിട്ടുള്ള കംബോഡിയ ഉൾപ്പെടെ വിയറ്റ്നാം, അങ്ങനെ പല പല രാജ്യങ്ങളിൽ നിരന്തരം യാത്ര നടത്തി. ഈ യാത്രകൾ മുഴുവൻ ദുരൂഹമാണ്. അത് രാജ്യവിരുദ്ധ ശക്തികളുമായി ബന്ധപ്പെടുന്നു. ജോർജ് സോറോസിൻ്റെ സംഘടനയുമായി, സോറോസ് ഫൗണ്ടേഷനുമായിട്ടും ഒക്കെ, ഫോർഡ് ഫൗണ്ടേഷൻ, USAID, ഇതൊക്കെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെയാണ്. ട്രംപ് വന്നതിന് ശേഷം USAIഡിനുള്ള സഹായമൊക്കെ നിർത്തിക്കളഞ്ഞു. ഇതുമൊക്കെയായിട്ട് നിരന്തരം ബന്ധമുണ്ട്. അപ്പോൾ ഇന്ത്യക്കുള്ളിൽ നിന്ന് ശിഥിലീകരിക്കാൻ വിദേശ ശക്തികളുടെ ഏജൻ്റായിട്ട് രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നു. ഇതിനുള്ള തെളിവുകളുണ്ട്. ഈ സഭയിൽ തന്നെ നടന്ന കാര്യങ്ങൾ. ഒന്ന്, ഇന്ത്യ അമേരിക്കയ്ക്ക് കീഴടങ്ങി ഭാരതാംബയെ വിറ്റു എന്നൊക്കെ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചു. എന്നാൽ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള കരാറിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ അല്ല കാര്യങ്ങളെന്ന് വ്യക്തമായിരിക്കുന്നു. അത് ഇന്നലെ തന്നെ അമേരിക്കയിൽ നിന്ന് ഈ കരാറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പുറത്ത് വന്നതിന് ശേഷവും പാർലമെൻറ്റിൽ പച്ചക്കള്ളം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിച്ചിരിക്കുന്നു. അതൊന്ന്. നരവനയുടെ പുസ്തകത്തിൻ്റെ കാര്യം ഏറ്റവും സങ്കീർണമായ ഒരു ആഭ്യന്തര സുരക്ഷയും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യം അനാവശ്യമായി ഒരു രേഖയുമില്ലാതെ പാർലമെൻറ്റിൽ ചർച്ച ചെയ്ത് രാജ്യ താൽപ്പര്യങ്ങളെ ഭീഷണിയിലാക്കി, പ്രതിസന്ധിയിലാക്കി എന്നൊക്കെയാണ് ഈ സബ്സ്റ്റാൻറ്റീവ് മോഷനിൽ പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ തെളിവ് പ്രത്യേകിച്ച് ചർച്ചയൊന്നും വേണ്ട. പാർലമെൻറ്റ് ചർച്ചകളും പാർലമെൻറ്റിലെ രേഖകളും തമ്മിൽ നോക്കിയാൽ അറിയാം. അപ്പോൾ ഇതാണ് കൃത്യമായി ഈ പറയുന്ന പരാതി. ഇത് കിട്ടിക്കഴിഞ്ഞാൽ സ്പീക്കർ പരിശോധന നടത്തിയിട്ട് ഇതിനകത്ത് കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ സ്പീക്കർക്കത് ഒരു പ്രത്യേക കമ്മിറ്റി, പ്രിവിലേജ് കമ്മിറ്റി പോലെ രൂപീകരിച്ച് അതിന് വിടാം. രാഹുൽ ഗാന്ധിയെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കാം. റിപ്പോർട്ട്
അവരുടെ റിപ്പോർട്ട് വരുന്നതനുസരിച്ച് കുറ്റക്കാരനെന്ന് കണ്ടാൽ നടപടിയെടുക്കാം, പുറത്താക്കാം, ജീവിതകാലം മുഴുവൻ വേണമെങ്കിൽ പാർലമെൻറ്റ് ഇലക്ഷനിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കാം. ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെ പാർലമെൻറ്റ് അധികാരമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ കേന്ദ്ര സർക്കാർ ചെയ്യുമോ എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ പറയും മിക്കവാറും അതിന് സാധ്യതയില്ലെന്ന്. ഞാൻ ചോദിക്കാൻ വരായിരുന്നു, പ്രതിപക്ഷ നേതാവ് കൂടിയാണല്ലോ. അതുകൊണ്ടല്ല ചെയ്യാൻ പറ്റും. കാരണം രാഹുൽ ഗാന്ധിയാണ് BJPയുടെ ഐശ്വര്യം. അദ്ദേഹം ഈ ഊളത്തരങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളായിട്ട് നടക്കുമ്പോൾ ഓരോ പ്രസംഗം കഴിയുമ്പോഴും BJPയുടെ ജനപ്രീതി കൂടുകയാണ്, മോദിജിയുടെ ജനപ്രീതി കൂടുകയാണ്, BJPക്ക് സീറ്റുകൾ കൂടുകയാണ്, BJP പുതിയ തെരഞ്ഞെടുപ്പുകൾ ജയിക്കുകയാണ്. അതുകൊണ്ട് ഈ കോമാളി വേഷം കെട്ടി ആടട്ടെ എന്ന് BJP തീരുമാനിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, പല പ്രേക്ഷകരും ചോദിക്കുന്ന കാര്യമാണ്, ഈവനെ രാജ്യദ്രോഹി എങ്ങനെ അഴിച്ചുവിടുന്നത് ശരിയാണോ എന്നുള്ളത്. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്ത്യൻ ജനത എൻ്റെ ഒരു നിരീക്ഷണമാണ് കേട്ടോ, ശരിയാവണമെന്നില്ല. നമ്മൾ നോക്കൂ, ഇന്ത്യൻ ജനതയുടെ ഒരു സ്വഭാവമുണ്ട്. ഇപ്പോൾ ജയലളിത 20,000 സാരി, 10,000 ചെരുപ്പ്, കിലോ കണക്കിന് സ്വർണ്ണം വെള്ളി ഒക്കെ ഉണ്ടായിരുന്നു, പിടിച്ച് ജയിലിലിട്ടു. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ജയലളിത മുഖ്യമന്ത്രിയായിട്ട് തിരിച്ചു വന്നു. അതുപോലെ കരുണാനിധി അല്ലേ, ജയിലിൽ പോയി തിരിച്ച് മുഖ്യമന്ത്രിയായിട്ട് വന്നു. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നോക്കും, ഇന്ദിരാഗാന്ധി ജയിലിൽ പോയി പ്രധാനമന്ത്രിയായിട്ട് തിരിച്ചു വന്നു. അരവിന്ദ് കെജ്രിവാൾ മാത്രമാണ് അവസാനം ഒരു അപവാദം ഉണ്ടായത്. അപ്പോൾ പൊതുവിൽ ജയിലിൽ പോകുന്ന ആളുകൾ കള്ളനോ കൊള്ളക്കാരനോ ബലാത്സംഗിയോ ആരാണേലും ഇന്ത്യൻ ജനതയ്ക്ക് ഒരു പ്രത്യേക മാവതാവും. ജയിലിൽ കിടന്നല്ലേ, എന്നാൽ പിന്നെ കുറച്ച് പ്രധാനമന്ത്രിയായിട്ട് അല്ലെ മുഖ്യമന്ത്രി ആയിരുന്നിട്ട് കുറച്ചുകൂടെ ഉണ്ടാക്കിക്കോട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡ് പൊതുവിൽ ഇന്ത്യക്കാർക്കുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അത് എൻ്റെ ഒരു നിരീക്ഷണമാണ്, ശരിയാവാം, തെറ്റാവാം, അല്ലെങ്കിൽ വെറും ബ്ലണ്ടറാവാം. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്, രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നതാണ് എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്യണം. ഭരതരസൈ എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന് പറയുന്നില്ലേ, അതുപോലെ എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്യണം, എന്നെ ഒന്ന് ജയിലിലിടണം. അതോടുകൂടി സഹതാപതരംഗം അങ്ങോട്ട് കൂടി വരും. എന്നിട്ട് എനിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അങ്ങനെയെങ്കിലും ആകാം. അതുകൊണ്ട് ക്രിക്കറ്റ് കുത്താൻ വരെ ഇയാൾ തയ്യാറായിരിക്കുക. പക്ഷെ മോദിയാണെങ്കിൽ നീ കുത്തറ എന്ന്, നീ കുത്തുന്നതും ജനം കാണട്ടെ എന്ന് പറയുമ്പോൾ ഇവൻ ഈ കുത്തുന്നതേ ഉള്ളൂ. അതനുസരിച്ച് മോദിയുടെ വോട്ട് കൂടുകയാണ്, ജനപ്രീതി കൂടുകയാണ്. അപ്പോൾ എന്തും പാർലമെൻറ്റിൽ പറയാം, എന്തു പറഞ്ഞും അകത്തും പുറത്തും. ഇന്ത്യയുടെ എത്രയോ പ്രധാനമന്ത്രിമാർ, ഇയാളുടെ മുത്തശ്ശിയായിട്ടുള്ള ഇന്ദിരാഗാന്ധി പുറത്ത് അമേരിക്കയിലോ അത് ബ്രിട്ടനിലോ മറ്റോ പങ്കെടുത്തപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥയുടെ പേരും പറഞ്ഞ് നിങ്ങളെ ഒരുപാട് ദ്രോഹിച്ചല്ലോ ജനതാ പാർട്ടിയുടെ സർക്കാരിൻ്റെ കാലത്ത്. ഇന്ദിര പറഞ്ഞു, നോ കമൻറ്റ്സ്, ഞാൻ എൻ്റെ രാജ്യത്തിനെതിരെ ഞാൻ പറയില്ല. അവിടുത്തെ രാഷ്ട്രീയം ഞങ്ങളുടെ നാട്ടിലെ രാഷ്ട്രീയം ഞങ്ങൾ അവിടെ പറഞ്ഞോളാം, ഇവിടെ പറയാനുള്ളതല്ല. അതാണ് അന്തസ്സ്. ആ അന്തസ്സ് എന്ന് പറയുന്ന സാധനം ഈ പേട്ട് ജന്മത്തിന് ഇല്ലാതെ പോയി. കാരണം എങ്ങനെ പറയാതിരിക്കും പ്രജിത, നമ്മുടെ രാജ്യത്തിനൊരു ആവശ്യം വന്നാൽ ഒരു ഘട്ടത്തിൽ പോലും ഇന്ത്യക്ക് അനുകൂലമായി വർത്തമാനം പറഞ്ഞിട്ടില്ല. ഒരു ക്രൈസിസ് വന്നാൽ നമ്മൾ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നു, തകർക്കുന്നു, ഉടനെ തെളിവ് എവിടെ എന്ന് ചോദിക്കുന്നു. ഇന്ത്യൻ സൈന്യത്തോട് തെളിവ് ചോദിക്കുന്നു. നമ്മുടെ രാജ്യത്തെ സൈന്യത്തിൽ ജാതി ഉണ്ടെന്ന് പറയുന്നു. മേൽജാതിക്കാർക്ക് മാത്രമേ ഈ സൈന്യത്തിൽ ഉന്നത പദവി കിട്ടുള്ളൂ എന്ന് പറയുന്നു. ഇങ്ങനെ എന്തിൻ്റെ സൈന്യത്തിൻ്റെ വരെ മുറയിൽ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു നീചനാണ് ഈ രാഹുൽ ഗാന്ധി. അങ്ങനെ ഒരാളെ പാർലമെൻറ്റിലേക്ക് വീണ്ടും കൊണ്ടിരുത്താൻ മോദി മിക്കവാറും തയ്യാറാകും. കാരണം ഇവൻ പറയുന്ന ഓരോ വാക്കുകളും എനിക്ക് ഗുണമാണ് എന്ന് ഉള്ളിൽ മോദി വിചാരിക്കുന്നുണ്ടാവും. നമ്മൾ ഓർക്കുന്നില്ലേ, ഇപ്പം 2023 ഇതുപോലെ രാഹുൽ ഗാന്ധിയുടെ പാർലമെൻറ്റ് അംഗത്വം പോയി. എല്ലാ മോദിമാരും എല്ലാ കള്ളന്മാർക്കും എന്തുകൊണ്ടാണ് മോദി എന്ന് പേര് പറയുന്നത് എന്നുള്ള പരാമർശം, അതിനെതിരെ കേസ് വന്നിട്ട് 2 വർഷം കർണാടകയിലെ കോളാറിൽ വെച്ചിട്ടാണ് ഈ പ്രസംഗം നടത്തിയത്. അതിനെതിരെ കേസ് വന്നു, കോടതി അയാളെ ശിക്ഷിച്ചു, 2 വർഷം ശിക്ഷിച്ചു. 2 വർഷം ശിക്ഷിച്ചാൽ ഓട്ടോമാറ്റിക്കലി അംഗത്വം പോകും. അതിൻ്റെ പേരിൽ മോദി പുറത്താക്കി എന്നാണ് പറഞ്ഞത്. കാരണം നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച്, സുപ്രീം കോടതി ഉത്തരവനുസരിച്ച് ഒരു ജനപ്രതിനിധി 2 വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ടാൽ അപ്പോൾ ഓട്ടോമാറ്റിക്കലി അംഗത്വം പോവും. പിന്നെ അത് മോദിക്കോ അല്ല പിണറായി വിജയനോ, ഇപ്പോൾ നമ്മുടെ ഒരു MLA അങ്ങനെ പുറത്താക്കിയാൽ പിണറായി വിജയൻ വിചാരിച്ചാലും രക്ഷിക്കാൻ പറ്റില്ല. ആ മൊമെൻറ്റിൽ, ഉത്തരവ് വരുന്ന മൊമെൻറ്റിൽ അയാളുടെ അംഗത്വം പോകും. അതിന് മോദി ഉത്തരവ് പറഞ്ഞു എല്ലാം. പക്ഷേ കോടതി ഉത്തരവായിരുന്നു. പിന്നീട് സുപ്രീം കോടതി സ്റ്റേ ചെയ്തുകൊണ്ടാണ് ഇയാളിപ്പോൾ MP ആയിട്ട് വിലസി നടക്കുന്നത്. പിന്നെ അതിനുശേഷം വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നു, വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. ഏതായാലും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് മോദി സർക്കാർ തീരുമാനമെടുക്കുകയാണ്. പാർലമെൻറ്റിൽ NDA സർക്കാരിനുള്ള ഭൂരിപക്ഷമുണ്ട്. അങ്ങനെ ഇനി ഈ രാജ്യദ്രോഹം ഇനി അങ്ങനെ വിളമ്പണ്ട എന്ന് മോദി തീരുമാനിച്ചാൽ രാഹുൽ എന്ന അധ്യായം അടഞ്ഞു. കാരണം ഇനി മേലാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ല എന്ന് തീരുമാനം വരെ എടുക്കാൻ കഴിയും. പക്ഷേ അങ്ങനെ മോദി തീരുമാനിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം
നമ്മൾ ഈ വീടിൻ്റെ വാതിക്കൊക്കെ ഒരു ബൊമ്മ വെക്കത്തില്ലേ, പണ്ടിങ്ങനെ തലയാട്ടി ബൊമ്മ. കടക്കാരൻ പറയുന്ന തലയാട്ടി ബൊമ്മയാണ് രാഹുൽ ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് പോലെ. ഈ ഒരു ക്ലൗണിൻ്റെ ചിത്രം NDA തറവാട്ടിൽ ആവശ്യമുണ്ടെന്ന് പ്രധാനമന്ത്രി മോദി കരുതിയാൽ ഞാൻ കുറ്റം പറയില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്ക് നിങ്ങളുടെ സഹായം തുടർന്നും ആവശ്യമുണ്ട്. വലിയ സഹായമാണ്, വലിയ പിന്തുണയാണ് നമ്മുടെ പ്രേക്ഷകർ നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അളവൊന്ന് കൂട്ടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ നമ്മുടെ ചാനൽ കാണണം, കൂടുതൽ സബ്സ്ക്രിപ്ഷൻ വരണം. ഒന്നും ചെയ്യേണ്ട, നമ്മുടെ ചാനൽ കാണുമ്പോൾ അതിൽ IND എന്ന് പറയുന്ന ഇന്ത്യ ലൈവിൻ്റെ ലോഗോ ഇടതുവശത്ത് കാണാം. നിങ്ങൾ അതിലൊന്ന് വിരലമർത്തിയാൽ ചാനൽ ഓപ്പണായി വരും. സബ്സ്ക്രൈബ് എന്നുള്ള ഒരു ബാർ കാണും, അവിടെ ഒന്ന് വിരലമർത്തുക. പിന്നെ തൊട്ടുപുറത്ത് ഒരു ബെൽ ഐക്കണുണ്ട്, അതും കൂടി ഒന്ന് അമർത്തി ഇന്ത്യ ലൈവിനെ അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ സഹായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടണും അമർത്തണം.